ഇസ്രായേൽ ഒരു രാഷ്ട്രത്തിന്റെ ജനനവും വലിയ സംഘർഷത്തിന്റെ തുടക്കവും. ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഉദയം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും വിവാദപരവുമായ അധ്യായങ്ങളിലൊന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളിലായി രൂപം കൊണ്ട ഈ കഥ വിശ്വാസത്തിന്റെ, പ്രവാസത്തിന്റെ, പ്രത്യാശയുടെ, രാഷ്ട്രീയ സംഘർഷങ്ങളുടെ സമന്വയമാണ്. 1948 മെയ് 14 ആ ദിനം ലോകചരിത്രത്തിൽ ഒരു നിർണായക തിരിമറിയായി മാറി. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ഡേവിഡ് ബെൻഗുറിയൻ ടെൽ അവീവിൽ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തി. ഇസ്രായേൽ എന്ന സ്വതന്ത്ര ജൂതരാഷ്ട്രം ജനിച്ചു. എന്നാൽ ആ പ്രഖ്യാപനത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു ചരിത്രയാത്രയുണ്ടായിരുന്നു. ഈ യാത്ര ആരംഭിക്കുന്നത് പ്രാചീന കാലഘട്ടത്തിൽ നിന്നാണ്. ബൈബിൾ രേഖകൾ പ്രകാരം ഏബ്രഹാമിന്റെ വംശജനായ ജേക്കബ് ഇസ്രായേൽ എന്ന പേരിന് അധിസ്ഥാനമായി. BCE 1000 കിങ് ഡേവിഡിന്റെയും കിങ് സോളമന്റെയും ഭരിച്ച ഏകീകൃത രാജ്യം പിന്നീട് വിഭജിക്കപ്പെട്ടു. വടക്കൻ ഇസ്രായേലും തെക്കൻ യഹൂദയുമായി. ഈ ഭൂമി പല സാമ്രാജ്യങ്ങളുടെ കീഴിൽ വന്നു. അസീറിയ, ബാബിലോൺ, പിന്നീട് റോമൻ സാമ്രാജ്യം. AD 70 റോമാക്കാർ യെരുശലേമിനെ കീഴടക്കി. ജൂതന്മാരെ ലോകമെമ്പാടും ചിതറിച്ചു. ഇത് ഡയസ്പോറ എന്ന പേരിൽ അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട പ്രവാസ ജീവിതം ഒരു തിരിച്ചുവരവിന്റെ സ്വപ്നത്തെ ജനിപ്പിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ ഉയർന്നുവന്നത് ഒരു ശക്തമായ ദേശീയ പ്രസ്ഥാനം, സയണിസം. സ്വന്തം പൂർവിക ഭൂമിയിലേക്ക് മടങ്ങി ഒരു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആഗ്രഹം ലോകമെമ്പാടുമുള്ള ജൂതന്മാരെ ഒരുമിപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പാലസ്റ്റൈൻ ആയി. ഈ കാലഘട്ടത്തിൽ ജൂത കുടിയേറ്റം വർദ്ധിക്കുകയും അറബ് ജനവിഭാഗങ്ങളുമായി സംഘർഷം രൂക്ഷമാവുകയും ചെയ്തു. ഈ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കിയ ദുരന്തമായിരുന്നു ഹോളോകോസ്റ്റ്. അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനിയിൽ 6 ദശലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഈ മനുഷ്യാവകാശ ലംഘനം ലോക മനസാക്ഷിയെ നടുക്കി. ഇതിന് പിന്നാലെ സുരക്ഷിതമായ ഒരു സ്വന്തം നാടിന്റെ ആവശ്യകത അതീവ ശക്തമായി ഉയർന്നുവന്നു. 1947 യുണൈറ്റഡ് നേഷൻസ് പാലസ്തീൻ പ്രദേശത്തെ വിഭജിക്കാൻ ഒരു പദ്ധതി മുന്നോട്ടുവെച്ചു. ഒരു ജൂതരാഷ്ട്രവും ഒരു അറബ് രാഷ്ട്രവുമായി. ജൂത നേതാക്കൾ ഇത് അംഗീകരിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു. അതിന്റെ തുടർച്ചയായി 1948 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. എന്നാൽ അത് സമാധാനത്തിന്റെ തുടക്കമായിരുന്നില്ല, യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നിവ ഇസ്രായേലിനെ ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നിലനിൽപ്പിനായി പോരാടുകയും വിജയിക്കുകയും ചെയ്തു. എന്നാൽ അതിനൊപ്പം ലക്ഷക്കണക്കിന് പാലസ്തീനികൾ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഇത് അവരുടെ ചരിത്രത്തിൽ നക്ബ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നും തുടരുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ വിത്തുകൾ അന്ന് വിതച്ചതാണ്. ഭൂമിയുടെയും തിരിച്ചറിയലിന്റെയും അവകാശത്തിനായുള്ള ഈ പോരാട്ടം ഇന്നും അന്താരാഷ്ട്ര കേന്ദ്രബിന്ദുവായി തുടരുന്നു. ഇസ്രായേലിന്റെ കഥ ഒരു രാഷ്ട്രത്തിന്റെ ജനനം മാത്രമല്ല, ഒരു ജനതയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും മറ്റൊരു ജനതയുടെ നഷ്ടത്തിന്റെ കഥയും കൂടിയാണ്. ചരിത്രത്തിന്റെ ഈ ഇരട്ട സത്യങ്ങൾ മനസ്സിലാക്കാതെ ഈ പ്രദേശത്തിന്റെ ഇന്നത്തെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമായും സൈനിക സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇറാൻ, ലെബനോൺ, പാലസ്തീൻ, യമൻ, സിറിയ എന്നീ രാജ്യങ്ങളുമായിട്ടാണ്. ഡോക്യുമെന്ററി തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ ചരിത്രങ്ങൾ അറിയാൻ ഞങ്ങളെ പിന്തുടരൂ.